എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സകലകലാവല്ലഭനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നടൻ പത്മശ്രീ ഭരത് കമലഹാസൻ അഭിനയിച്ച സകലകലാവല്ലഭൻ എന്ന ചിത്രത്തിലെ ഇളമൈ ഇതോ എന്ന ഗാനവുമായി എത്തുകയാണ് കണ്ണൻ. പാട്ട് പാടിയപ്പോൾ ആരെങ്കിലും ഡാൻസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് സ്റ്റേജിലോട്ട് വരാം. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ ഞാൻ തന്നെ ഡാൻസ് ചെയ്യാം. Wish you happy new year. ഒരു കൈഡി തന്നൂടെ? അവിടെ ഒരു ഗ്രൂപ്പും പീപ്പിളുണ്ട്. അവർക്ക് ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ആരുമില്ല, അവരവിടെ ബിസിയാണ്. வாலிபத்தில் மன்மதன் லீலைகளில் மன்னவன் ராத்திரியில் சந்திரன் ரசிகைகளில் இந்திரன் நாடாடு மாட்டம் பாருங்க விகரேத்து கூறுங்க நான் பாடும் பாட்டை கேளுங்க கைத்தாட போடுங்க நாள் தோறும் நான் ஆள் மாறுவேன் நான் தான் சகலகலா வல்லவன் இளமை இதோ இதோ இனிமை
നാടകം ആരംഭിക്കുന്നു. തുഞ്ചൽ ബറോഹം വിലന്തന്തേ. തന്തേ തത്ത ലയിപ്പിച്ചതാ. പയ്യ വർണ്ണക്കിളിത്തേ തുഞ്ചൽ രംഗമണികൾ കൊന്തേ ചൗഹുങ്ങമ്പുഴയുടെ തന്തേ. ചങ്ങമ്പുഴയുടെ തന്തയോ? അത്ത ലയിപ്പിച്ചതാണ്. അണ്ണാ നാടകം നടക്കത്തില്ല. നാടകം നടക്കൂലെന്നാ. ഇവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ നാടകം ഇവിടെ നടത്താൻ വേണ്ടി ആഗ്രഹിച്ചിടുന്ന മനുഷ്യനാടാ ഞാൻ. പക്ഷെ 3 സെക്കൻഡ് കൊണ്ട് ഇവിടെ മഴ പെയ്യുന്ന ആരെങ്കിലും വിചാരിച്ച? അപ്പൊ എന്റെ കോസ്റ്റ്യൂം എല്ലാം നനഞ്ഞ് നാശമായി കാണുമല്ലോടാ. പിന്നെ ഈ പൊത്ത നിക്കറാണ് ഇങ്ങനെ വലിയ കോസ്റ്റ്യൂം. പൊത്തതാണെങ്കിലും എനിക്കിത് സ്വർണ്ണമാടാ, സ്വർണ്ണം. നിർത്ത് എല്ലാം നിർത്തിക്ക്. ഈ നാടകത്തിന്റെ ആളാരാ? നാടകത്തിന്റെ പ്രധാന നടനും സംവിധായകനും ഞാനാണ്, അരിസ്റ്റോ ശശി. എന്നാ ഞാനാ ഈ നാടകത്തിന്റെ സ്പോൺസർ. പേര് മൊട ബിജു. ഈ വർഷം നാടകം നടക്കത്തില്ല. നിങ്ങൾ എന്താണ് ഈ പറയണത്? എന്ത്? കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ നാടകം ഇവിടെ ബുക്ക് ചെയ്തോണ്ടിരിക്കല്ലേ തന്നെ. ആദ്യത്തെ വർഷം ഞങ്ങൾ അങ്ങോട്ട് നാടകം തുടങ്ങാൻ ബെല്ലെടുത്ത് അങ്ങോട്ട് കൊടുത്തു. ആനയ്ക്ക് മതമടക്കി നാട്ടുകാർ വരണ്ടോടി. അന്ന് നാടകം നടന്നില്ല തന്നെ. രണ്ടാമത്തെ വർഷം ഞങ്ങൾ ബെല്ലെടുത്ത് കൊടുത്തു. നാട്ടുകാർക്ക് മതമടക്കി ആന വരണ്ടോടി. അന്ന് നാടകം നടന്നില്ല. തന്നെ. ഈ വർഷം ബെല്ലില്ലേ? ബെല്ലുണ്ട്, പക്ഷെ ഈ പുല്ല് ഞാൻ കൊടുക്കുന്നില്ല. എടോ, മഴ നനഞ്ഞ് സ്റ്റേജ് മൊത്തം വെള്ളം കയറി കുളവായി കിടക്കുക. അവിടെ ഇവിടെയൊക്കെ ഷോപ്പ് ഉണ്ടെന്ന്. അത് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ നാടകം കളിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് പോകൂ. നീയൊക്കെ നാടകം കളിക്കോ കളിക്കാതിരിക്കോ ചെയ്. ഫുൾ പൈസ ഉണ്ട്, പിടിച്ചോ. പിന്നെ സ്റ്റേജ് നനഞ്ഞു കിടക്കുന്നതാണ്, ഷോക്ക് അടിക്കും. അവസാനം നടീനടന്മാർക്ക് ഷോക്ക് അടിക്കും എന്ന് പറഞ്ഞ് എന്റെ അടുത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ മൊട ബിജു ഇടപെടത്തില്ല. ഈശ്വര, ആദ്യമായിട്ട് മുഴുവൻ കാശും കിട്ടി. ഇന്നെങ്കിലും നാടകം തീർത്ത് കളിക്കാം. പക്ഷെ സ്റ്റേജിനകത്ത് ഷോക്കടി ഉണ്ടെന്നറിഞ്ഞ ഒറ്റ ഒരുത്തനും സ്റ്റേജിൽ കയറില്ലല്ലോ. നാടകം തീരും വരെ ഇത് രഹസ്യമാക്കി വെക്കുന്നതാ ബുദ്ധി. പ്രിയരെ, ചങ്കൂറ്റത്തോടെ ഞങ്ങൾ നാടകം ആരംഭിക്കുന്നു. തിരുവനന്തപുരം ലഹളകലാ തിയേറ്റേഴ്സ് അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്നു ഒരു കിഴക്കൻ പാരഗാഥ. കണ്ണുകൾ പൊത്തിയത് ആരെന്ന് ചൊല്ലി. ബിജു, രവി, മണിയൻ. തള്ളേ, ഈ ചായക്കടയിൽ കയറി എല്ലാണോ കാപ്പി കുടിക്കല്ലേ? കടത്തനാട് നടവുകൾ പയറ്റി തെളിഞ്ഞ 18 കളരിക്ക് മാശാൻ ചന്തു നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ഉണ്ണിയാർച്ചയുടെ കണ്ണുകൾ പൊത്താൻ വേറെ ആർക്കാ ധൈര്യമുള്ളത്? പിന്നെ മുട്ടത്തറ ലീല എന്നടി ഉണ്ണിയാർച്ച ആയത്? പിന്നൊരു കാര്യം, ഉണ്ണിയാർച്ചയോട് ഇതേ തടവാ? ഇത് അടവൊന്നുമല്ല, ഒരു ചേകവന്റെ രോധനം. രോധനം രോധനം. നമ്മുടെ മംഗലം ഒന്ന് വേഗം നടന്നെങ്കിൽ. മുട്ടിയേക്ക് എന്നല്ലടി. മിണ്ടില്ല. പിണങ്ങാതിന്റെ എന്റെ ഹൃദയം ഞാൻ നിനക്ക് തരട്ടെ. പിന്നെ 2 അറ്റാക്ക് കഴിഞ്ഞ ഹൃദയം എനിക്ക് വേണ്ട. എന്താ? അനുരാഗ കളരിയിൽ അംഗത്തിനു വന്നവളെ ഒരികത്തിൻ ചൊരികതടുക്കാൻ പരിചയില്ല. നിന്റെ മലമിളിയാകും സരം നടക്കാൻ മനസ്സുമില്ല, തെല്ലും മനസ്സുമില്ല. ഈ ചന്ത വീട്ടിൽ അല്ലടാ. അച്ഛൻ, ഞങ്ങൾ അടവുകളെ പറ്റി ചർച്ച ചെയ്യായിരുന്നു. യവന്റെ അടവുകൾ ചർച്ച ചെയ്തിട്ടുള്ള ഓമനയും ചാന്തയും ഇപ്പോഴും മാങ്ങയും പുളിയും തിന്നോണ്ട് കിടക്കേണ്ട. ഉമ്മാവൻ 36 അംഗം പിടിച്ച് 18 കളരിക്കും ഉടയവനായ പുത്തൂരം കണ്ണപ്പച്ചേകവനാണ് മൊഴിയണം. നിന്റെ ഈ സെറ്റപ്പ് കൂടെ അടക്കൂലടാ.
അമ്മാവാ എനിക്ക് എന്റെ ഭാരം ഇറക്കി വെക്കണം. നിന്റെ ഭാരം ഇറക്കി വെക്കാൻ പുത്തൂരം തറവാട് കക്കൂസല്ലടാ. അതല്ല, എന്റെ ആർച്ചയുടെ വിവാഹം ഉടനെ നടത്തി തരണമെന്ന്. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ കെട്ടിന് മുമ്പ് എന്നെ കെട്ടിയെടുക്കുമെന്നാണ് തോന്നണത്. മംഗലം നടന്നില്ലെങ്കിൽ അമ്മാവനെ ഞാൻ തട്ടും. അതുവരെ ഞാൻ ഉയിരോടെ കിടക്കൂലടാ. ആർച്ച എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ സ്വയം വെട്ടി ചാവും. ഇങ്ങനെയാണെങ്കിൽ വെട്ടണതിന് മുമ്പേ യവൻ ചാവും. എന്റെ ഉയരം കൊണ്ട് ഞാൻ ഇതാ പോണേ. എടാ നിനക്ക് അവളെ കെട്ടണ്ടേ? എനിക്ക് ആർച്ചയും വേണ്ട, കീർച്ചയും വേണ്ട. പോവാ. മുടവില് പറഞ്ഞാണ് കറണ്ട് അടി കൊണ്ട് നാടകം കളിക്കണ്ടെന്ന്. കേട്ടില്ല. ഇറങ്ങി പോവാനും നിവർത്തിയില്ലല്ലോ ഈശ്വരൻ. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ്. രാത്രി എന്നോടൊപ്പം അറയിലുണ്ടാവണം. കുഞ്ഞുണ്ണോലി, നിനക്കറിയോ ദിവസവും 10 ഇഷ്ടികയെങ്കിലും ഈ കൈ കൊണ്ട് ഇടിച്ചു പൊട്ടിച്ചിട്ട് കണ്ണപ്പച്ചേവർ പല്ല് തേക്കാറുള്ളൂ. ഇപ്പൊ 1 മാസമായിട്ട് ഇഷ്ടിക പൊട്ടിക്കുന്നില്ല അല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഈ മഞ്ഞ പല്ല് കണ്ടപ്പോ മനസ്സിലായി. കുഞ്ഞുണ്ണോലി, ഞാൻ വയസ്സായി വരികയാണ്. ചെറുപ്പായിരുന്നപ്പോഴും വലിയ പ്രയോജനമൊന്നും ഇല്ലായിരുന്നു. അതല്ലടി ഉണ്ണിയാർച്ചയുടെ വേലയല്ല വെട്ടുകാട്. കുടുംബകാര്യങ്ങൾ സംസാരിക്കാൻ ഈ പുത്തൂരം തറവാട്ടിൽ ഒരു ഇടമില്ലാണ്ടായിരിക്കണു. കയ്യും കാലം വെക്കാൻ നിവർത്തിയില്ലല്ലോ ദൈവമേ. ആ നീ ഇതാ ഇങ്ങോട്ടിരി, ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് ഞാൻ കിടന്ന് അനുഭവിക്കുന്നത് തനിക്ക് കാണണം അല്ലേ? എനിക്ക് എന്റെ ഉയരാണ് വരുന്നത്. പോവാ അവിടുന്ന്. അവളും രക്ഷപ്പെട്ടു. ഈ ഗ്യാപ്പിൽ നാടകം അങ്ങ് നിർത്തിക്കളയാം. സമ്മതിക്കൂല. അതാണ്ട് അവരുടെ ഉടുക്കും കൊട്ടിയവനെ കെട്ടിയെടുക്കാൻ എന്തിനടാ നീ പറഞ്ഞത്? അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കാൻ. അമ്മായി കൊച്ചമ്മായി, മരുമോന്റെ കുഞ്ഞമ്മായി, കച്ചോടം പൊട്ടിയപ്പം മട്ടായി പോ. ഇന്നത്തെ പുത്തൂരം തറവാട്ടിൽ എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ കാണുന്നുണ്ട്. വാണനാരെ ഇപ്പോൾ ഇങ്ങോട്ട് കാണാനില്ലല്ലോ. ഊരിഞ്ഞിട്ടില്ലല്ലേ? ആ ഇതാ തമ്പ്ര മുളക് ബജി. ഇതാർക്കാണോ? അവിടത്തേക്ക്. ഇതെടുത്ത് അവിടെ തേച്ചിട്ട് വേണം നീറി എന്റെ ഊപ്പാട് വരാൻ. സ്വന്തമായിട്ട് എടുത്ത് അങ്ങ് തേച്ചാ മതി. സംസാരിച്ച് നിൽക്കാൻ നേരെയില്ല. ദേശം വരെ ഒന്ന് പോണം. ഭാര്യ ഗർഭിണിയാണേ. താൻ നാട്ടിലും വീട്ടിലും പോയിട്ട് 5-8 വർഷമായില്ലേ? പിന്നെങ്ങനെ ഭാര്യ ഗർഭിണിയായി? അതറിയാനാ ഞാൻ പോകുന്നത്. വയസ്സായെന്ന് നോക്കണ്ട. പണർക്ക് വേറൊന്നും കെട്ടരുതോ? ചരിഞ്ഞ ആനയ്ക്ക് എന്തിനാ തമ്പ്ര നെറ്റിപ്പട്ടാം? കളരിയിൽ വെക്കേണ്ട ഉടപാട് ഇവിടെ വയ്ക്കുന്നത് പാപമല്ലേ തമ്പ്ര? അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ടൊരു പാണൻ വെളിച്ചപ്പാടായി. അയ്യോ ഞാനിതാ പോണേ. അല്ല ഇതാരും നാടുവാഴിയോ? ഈ വരവിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഞാനും ഉണ്ണിച്ചന്ദ്രനുമായി ഒരു വലിയ തർക്കം. വടക്കേല കുങ്കിയാണോ തെക്കേല ജമീലയാണോ കിടിലം ചരക്കെന്ന്. ഒടുവിൽ അംഗം വെട്ടി തീരുമാനിക്കാൻ നിശ്ചയിച്ചിരിക്കണു. എന്ത് പറയണോ? എന്റെ നാടുവാഴി, ഈ പറഞ്ഞ ജമീല തട്ടമിട്ടിങ്ങനെ വരുമ്പോ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. നിന്റെ കണ്ണി ഗുരുവാണോ കാണാതിരിക്കാൻ? എങ്കിൽ അംഗം വെട്ടി തന്നെ തീരുമാനിക്കാം. അംഗത്തിനുള്ള ജേകവനെ തേടി ഇറങ്ങിയതാമോ? അംഗത്തിന് ഞാൻ തയ്യാർ. നിങ്ങൾ കീഴ്പ്പണം വെക്കും. ശരി വയ്ക്കാം. ഇത് രണ്ടും നാട്ടുകിഴി, ഇത് രണ്ടും വീട്ടുകിഴി. അപ്പൊ ആ വലിയ കിഴിയോ? ഇത് അംഗം കഴിഞ്ഞ് ജീവനുണ്ടെങ്കിൽ നിന്റെ മുതുകത്ത് വയ്ക്കാനുള്ള ഞവരക്കിഴി. മാറ്റം കച്ചേകവനാരെ? ഞാൻ തന്നെ. വാളടിക്കും. അത്രയ്ക്ക് ധിക്കാരമോ?
വെട്ടല്ലേടാ. ഡാൻസ് കളിച്ചോണ്ട് നിൽക്കാതെ വെട്ടി വീഴ്ത്തുക. ഇന്നിവന്റെ അവസാനം. അയ്യോ വെട്ടരുതേ മക്കളെ, വെട്ടി ചാകരുതേ മക്കളെ. രണ്ടാളും മാറി നിൽക്കണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞതാ യോമാരുടെ അടുത്ത് മഴ നനഞ്ഞ് കിടക്കുകയാണ്, ഷോക്ക് അടിക്കുമെന്ന്. ആര് കേക്കാൻ? അതെങ്ങനാ? വലിയ മറ്റവന്മാരല്ലയോ, പ്രേം നസീറിനെ പോലെ വാലെടുത്ത് അങ്ങ് വീശല്ലേ.